എടാ ഗിരീഷേ, ദേ ഞാനിങ്ങനെ നിനക്ക് വച്ചോളുമ്പോ ജീവിച്ചാ മതിയോ? എനിക്ക് വയ്യ ഇതിങ്ങനെ തുടരാൻ. എന്നാ പിന്നെ ഒരു ജോലിക്കാരി വെക്കാമേ. ആ, അതാണോ എന്റെ മോൻ മനസ്സിലാക്കിയത്? ദേ എനിക്കിവിടെ സ്വാതന്ത്ര്യത്തോടെ വർത്താനം പറയാനും തമാശ പറയാനും ഒരു പെൺകൊച്ചിന് ആവശ്യമുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഇനി അധികം കാത്തിരിക്കാൻ പറ്റില്ല. ഞാൻ ഉടനെ ചന്ദ്രോത്ത് പോവും. എന്നിട്ട് രജനിയെ വിളിച്ചോണ്ട് വന്ന് നിന്റെ കയ്യിലോട്ടങ്ങ് വച്ചേരാൻ പോവുക. അങ്ങനെ വിളിച്ചിറക്കി കൊണ്ടുവരാനായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ആവായിരുന്നല്ലോ അമ്മേ. ഇതിനു മുന്നേ ആകാമായിരുന്നു എന്ന് എന്റെ മോൻ എന്നോടാണോ ചോദിക്കുന്നത്? അതിന് ഇത്രയും താമസിച്ച എന്തിനാന്നാ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. രജനി അവിടെ അവളുടെ അമ്മയുടെ തീരുമാനം അനുസരിച്ച് വന്നു. പക്ഷെ ഇപ്പോ രജനി കുറച്ച് ധൈര്യമൊക്കെ വന്നു. നന്ദനും ദേവികയും സിദ്ധാർത്ഥൻ സാറും ഒക്കെ ഞങ്ങളുടെ വിവാഹത്തിന് ഫുൾ സപ്പോർട്ടാണല്ലോ. എത്രയും പെട്ടെന്ന് നമുക്ക് ആ വിവാഹം നടത്തണ്ടേ? അറിയാലോ, അവിടെ എപ്പോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നന്ദൻ താലികെട്ടിയ പെണ്ണ ദേവിക എന്ന സത്യം മീര അറിയുമ്പോ എന്താവും അവിടെ നടക്കാൻ പോകുന്നത്? ഇതൊരു ആജീവാനന്തര രഹസ്യമായിട്ട് തുടരാൻ പറ്റില്ലല്ലോ. എന്നായാലും സത്യം പുറത്തു വന്നേ പറ്റൂ. അന്ന് മീരയുടെ പ്രതികരണം എന്തായിരിക്കും? പ്രഭാവതി എങ്ങനെ പ്രതികരിക്കും? എന്തൊക്കെ നടക്കുമെന്ന് അന്ന് മാത്രമേ അറിയാമോ. അതാ ഞാൻ പറയുന്നേ. അവിടെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് നിന്റെ രജനിയുടെ വിവാഹം നടക്കണം. ഇന്ന് തന്നെ പ്രാഞ്ചിയോട് സംസാരിച്ചോണ്ട് നിന്നപ്പോ പെട്ടെന്ന് ആ കൊച്ചിറങ്ങിപ്പോയത്. നന്ദനുമായി ബന്ധപ്പെട്ട് എന്തോ ചിന്തിച്ചായിരിക്കും ധൃതിയിൽ പോയത്. അതോ എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ടോ എന്തോ? എന്തായാലും രജനിയുടെ കാര്യത്തിന് വേണ്ടി ഞാൻ സിദ്ധാർത്ഥൻ സാറിനെ വിളിക്കും വൈകാതെ. വേണ്ടമ്മേ, ഞാൻ പറയാം. ഇതുവരെ മീരയിൽ നിന്നും മറച്ചുവെച്ച സത്യങ്ങൾ ഈ പ്രാഞ്ചി പൊട്ടിക്കും. ദേവിക നന്ദന്റെ ഭാര്യയാണെന്ന് ഉടൻ തന്നെ ഞാൻ അറിയിക്കും. അതോടെ ചന്ദ്രോത്തൊരു കൂട്ടക്കലഹം നടക്കും. ആ സാഹചര്യം മുതലാക്കി ഈ പ്രകാശ് മേനോൻ അവിടേക്ക് ഇടിച്ചു കയറും.